സൗമ്യതയുടെ ആൾരൂപം, എന്നാൽ നിലപാടുകളിൽ വ്യക്തതയും കണിശതയും. ശ്രീ ബിനോയ് CPIയുടെ പുതിയ അമരക്കാരനായി എത്തിയിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ഉദ്യമം വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. പാർട്ടിയെയും മുന്നണിയെയും നയിക്കുക, വലിയ വിജയത്തിലേക്ക് എത്തിക്കുക, എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഇത് തന്നെ ഒരു വലിയ സമരമാണിത്. ഈ സമരത്തിൽ CPIയുടെ ലക്ഷ്യം കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ജയിക്കലാണ്. CPIയുടെ മാത്രമല്ല, LDF ജയിക്കണം എല്ലാ സീറ്റുകളിലും. LDF ജയിച്ചാലേ ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ആത്യന്തികമായി RSS BJP വരവ് തടയുക എന്നുള്ളതാണ്. വീണ്ടും വരാൻ പാടില്ല. മോദിയുടെ ഗവൺമെൻറ് വീണ്ടും വരാൻ പാടില്ല. വീണ്ടും RSS നയിക്കുന്നൊരു ഗവൺമെൻറ് വന്നാൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ നൈതികതയും നഷ്ടപ്പെടും. മതേതരത്വം മരിക്കും, ജനാധിപത്യം മരിക്കും, ഈ നാടിൻ്റെ ഭരണഘടനാ പ്രമാണങ്ങളെല്ലാം കുഴിച്ചു മൂടപ്പെടും. അതൊരു വൻ വിപത്താണ്. ആ വിപത്ത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ ഞങ്ങൾക്ക് ബോധ്യമാണ് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷമുണ്ടാകണം. ആ ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് 20 സീറ്റുകളിൽ LDF ജയിക്കണം. ലളിതമാണ്. കാരണം ഇടതുപക്ഷക്കാർ ജയിച്ചു പോയാലേ നിർണായകമായ ഒരു സന്ദർഭം വന്നാൽ, പാർലമെൻറ്റിൽ വന്നാൽ, BJP വിരുദ്ധ ചേരിയിൽ ആ എല്ലാ ആളുകളും കൈപൊക്കുമെന്ന് ഉറപ്പുണ്ടാകണം. ആ ഉറപ്പുണ്ടാക്കാൻ LDFനെ പറ്റും. സങ്കല്പിക്കാം നമുക്ക് ഒരു ഹങ് പാർലമെൻറ്റ്, തൂക്കസഭയുണ്ടായിരിക്കട്ടെ, BJP ഒറ്റക്കക്ഷിയായി മാറി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആകുന്നു. അങ്ങനെ വന്നാൽ LDFൻ്റെ ഒറ്റ എം പിയും എത്ര വലിയ പ്രലോഭനം വന്നാലും, ഏതെല്ലാം സമ്മർദ്ദം വന്നാലും ചാഞ്ചാടില്ല, കടുകട മാറില്ല. അവർ ഈ BJP വിരുദ്ധ ചേരികളിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി പോരാടും, അതിനുവേണ്ടി കൈപൊക്കും. ആ ഉറപ്പ് മറ്റാർക്കുമില്ല. വേറൊന്നും കൊണ്ട് കോൺഗ്രസിനെ കുറ്റം ഞാൻ പറയുകയല്ല. ഇന്ത്യക്കറിയാം, നിർണായകമായ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാർ പലരും രാമൻ BJPക്കാരായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രദേശ് പ്രസിഡൻറ്റുമാർ, PCC പ്രസിഡൻറ്റുമാരാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരാണ്, കേന്ദ്രമന്ത്രിമാരാണ്, സ്റ്റേറ്റ് മന്ത്രിമാരാണ്. ഇന്ന് വലിയ വലിയ പദവികൾ വഹിച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ രാമാനും BJP ആയ കാഴ്ച കണ്ട നാടാണിത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഗ്യാരണ്ടി വേണമോ? BJPക്ക് അനുകൂലമായിട്ട് കൈ പൊക്കില്ല എന്ന് ഗ്യാരണ്ടി വേണമോ? വേണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം. ഒന്നാം UPA സർക്കാരിൻ്റെ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ മതം, അതിൻ്റെ ഒരു അതിപ്രസരം, അത് തുറുപ്പ് ചീട്ടാക്കി BJP മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർ അതുകൊണ്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന മേൽക്കൈ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർക്കാനുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്, ഇതെല്ലാം അങ്ങ് മുൻകൂട്ടി കാണുന്നുണ്ടോ? BJP ഏത് തരത്തിലുള്ളൊരു നീക്കമാണ് നടത്തുന്നതെന്നത്? ആർക്കത് കാണാതിരിക്കാൻ പറ്റും? എല്ലാവരും കാണുന്നുണ്ട്. BJPക്ക് ഏത് വിധേനയും വീണ്ടും ഭരിക്കണം, ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. ഏത് വിധേനയും. മോഡി അടുത്ത കാലത്തായിട്ട് നിരന്തരം പറയുന്നു മൂന്നാം ഊഴത്തെപ്പറ്റി. ആ മൂന്നാം ഊഴത്തിൽ ഇന്ത്യ ലോകത്തിലെ ഒന്നാം ശക്തിയാകുന്നു പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു പ്രചാരവേലയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയാണ്. BJP എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മുഖമാണത്. പ്രചാരവേല അതിൽ മുഖ്യമാണ്. ആ പ്രചാരവേലയുടെ ഓരോ സൂചനയും കാണിക്കുന്നത് ഹിറ്റ്ലർ പഠിപ്പിച്ച പാഠങ്ങൾ, പ്രചാരവേലയിൽ ഗീബൽസിൻ്റെ പാഠങ്ങൾ, രാഷ്ട്രീയത്തിൽ ഗോറിങ്ങിൻ്റെ പാഠങ്ങൾ, പൊതുവിൽ ഫാസിസ്റ്റ് ജർമ്മനിയിലെ പാഠങ്ങളെല്ലാം BJP ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. യാദൃച്ഛികമല്ല അത്. ബഞ്ച് ഓഫ് തോട്ട്സിൽ, വിചാരധാരയിൽ ഗോവൾക്കർ പറയുന്നുണ്ട് ജർമ്മനിയിലേക്ക് നോക്കുമെന്ന്. എന്തിനാണ് നോക്കേണ്ടത്? അദ്ദേഹം പറയുകയാണ്,
വംശാഭിമാനം അതിൻ്റെ ഉത്തുംഗാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമിയാണ് ജർമ്മനി. വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒന്നിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് ജർമ്മനി തെളിയിച്ചു. ജർമ്മനിയുടെ ആ അനുഭവത്തിൽ നിന്ന് ഹിന്ദുസ്ഥാന് വിലപ്പെട്ട പല പാഠങ്ങളും പഠിക്കാനുണ്ട് എന്നാണ് അന്ന് എഴുതി വച്ചിരിക്കുന്നത്. അതാണ് ഈ പാഠം. RSS ഉണ്ടായത് എങ്ങനെയാണ്? BJP രാഷ്ട്രീയത്തിൻ്റെ കാതലതാണ്. ഫാസിസ്റ്റ് ജർമ്മനിയുടെ ഹിറ്റ്ലറേറ്റ് പാഠങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഉണ്ടായ ആ പാർട്ടിക്കും ആ സംഘടനയ്ക്കും ഇതെല്ലാം അറിയാം. ഈ വിചാരവേലയും ഈ തന്ത്രവും എല്ലാം കാണുമ്പോൾ വേഗം മനസ്സിലാകും. അത്ഭുതകരമായ സാദൃശ്യമുണ്ട്. നിങ്ങളൊരു ഭാഗത്ത് ഹിറ്റ്ലറുടെ മീൻ കാഫ് എടുത്ത് വയ്ക്കുക, ഈ ഭാഗത്ത് ഗോൾവക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സ് വയ്ക്കുക. അവ തമ്മിൽ ഉള്ള സാദൃശ്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. മീൻ കാഫിൽ ഹിറ്റ്ലർ പറഞ്ഞു ജർമ്മനിക്ക് ശത്രുക്കൾ 3 കൂട്ടരുണ്ടെന്ന് പറഞ്ഞു. 1 ജൂതന്മാർ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. അത് വായിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വായിക്കുക, ബഞ്ച് ഓഫ് തോട്ട്സ് വായിക്കുക. ഗോൾവക്കർ പറയുന്നു ഇന്ത്യക്ക് ആഭ്യന്തര വെല്ലുവിളികൾ 3 എണ്ണമുണ്ട്: മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ഇത്ര സാദൃശ്യമുണ്ട് അവ തമ്മിൽ. അങ്ങനെയുള്ളൊരു വിപത്താണ് വരാൻ പോകുന്നത്. അതിനെ ചെറുക്കാൻ എല്ലാവരും ചേരേണ്ട മുഹൂർത്തമാണിത്. അത് കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി കേരളത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യപ്പെടുന്നത്. അതൊരു കെണിയോ കുരുക്കോ എല്ലാമാണ്. പക്ഷേ അതിൽ തലവയ്ക്കാൻ യാഥാർത്ഥ്യബോധമുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ, ഇന്ത്യയെ സ്നേഹിക്കുന്ന മതവിശ്വാസികൾ, ക്രിസ്തുവിനെ അറിയുന്ന മതവിശ്വാസികൾ തയ്യാറാകില്ല, അതെനിക്ക് ഉറപ്പാണ്. ലഞ്ചെല്ലാം കൊള്ളാം. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് പുരോഹിതന്മാരല്ല മതാധ്യക്ഷന്മാർക്ക് വേണ്ടി ഇത്തരം ലഞ്ചുണ്ടായത്. അതെല്ലാ കൊല്ലം ഉള്ളതല്ല. ഇപ്പോൾ ഉണ്ടായത് 24 ഇലക്ഷൻ അടുത്തതോടടുപ്പത് ഉണ്ടായത്. എന്തുകൊണ്ട് ആ ലഞ്ചിലേക്ക് മണിപ്പൂരിൽ ആരെയും വിളിച്ചില്ല? എന്തേ വിളിച്ചില്ല? ബിഷപ്സ് ഇല്ല അവിടെ? ഉണ്ടല്ലോ. അവർക്ക് സങ്കടം പറയാനുണ്ടാകും, ഓർത്തിട്ടോ ഭയപ്പെട്ടിട്ടോ ആയിരിക്കാം വിളിക്കാത്തത്. അവരെ വിളിച്ചില്ല. സ്തുതിവാക്ക് പറയും എന്നുറപ്പുള്ള കുറച്ച് പേരെ വിളിക്കുന്നു. ഞാനത് കുറ്റപ്പെടുത്തുകയല്ല. ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ണാൻ വിളിച്ചാൽ അവർ പോയിക്കൊള്ളണമെന്ന് ഞാൻ പറയില്ല, അവർ പോകണം. പക്ഷേ അവരാരും ദുർബലമായി പോലും ചോദിച്ചില്ല, സർ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ പ്രയാസത്തിലാണ്, അവിടെ പള്ളികൾ ആക്രമിക്കപ്പെടുകയാണ്, വിദ്യാലയങ്ങൾ തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്, അതേപ്പറ്റി സാറിന് ഒരു പരിഗണന വേണം, ഓർമ്മ വേണം എന്ന് വിനയമായി ദുർബലമായി പോലും അവരാരും പറഞ്ഞില്ല. അതായത് വിചാരധാര ആ കാലഘട്ടത്തിൻ്റെ പുസ്തകമാണെന്ന് ഇപ്പോഴത്തെ ചില നേതാക്കളെങ്കിലും പറയുന്നുണ്ട്. അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, റബ്ബറിന് താങ്ങുവില കൂട്ടിയാൽ ഞങ്ങൾ തിരികെ BJPയെ സഹായിക്കാമെന്ന് പറയുന്ന ബിഷപ്പുമാർ ഉള്ള അല്ലെങ്കിൽ വൈദികർ ഉള്ള സ്ഥലത്ത് അവർക്ക് മണിപ്പൂരാണോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ വിലയാണോ വലുതെന്നുള്ള ചർച്ചകളുമുണ്ട്. റബ്ബറിൻ്റെ വില കൂട്ടിയോ? ഇതൊരു മാതിരി വലിച്ചാൽ നീളുന്ന സംഗതിയല്ല ഇത്. റബ്ബർ എങ്ങനെയായിരിക്കാം? BJP രാഷ്ട്രീയത്തോട് പ്രതികരിക്കുമ്പോൾ, RSSനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ റബ്ബർ സംഗതി പറ്റില്ല. വലിച്ചാൽ നീളാനും വിട്ടാൽ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കാനും പാടില്ല. എനിക്ക് എല്ലാ ആദരവുമുണ്ട് എല്ലാ ബിഷപ്സിനോടും. അവരിൽ പലരും എൻ്റെ ഉത്തമ സുഹൃത്തുക്കളാണ്. എനിക്ക് ആദരവുണ്ട്. അവരുടെ എല്ലാം മേൽ ഉണ്ടായേക്കാനിടയുള്ള സമ്മർദ്ദം എനിക്കറിയാം. പക്ഷെ ഒന്നിൻ്റെ പേരിലും അവർ ആരാണ് അവരെ കെണിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നതെന്ന കാര്യം അറിയാതെ പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ്, ഈ ലഞ്ചെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കുമ്പോഴെങ്കിലും അവർ വിചാരധാരയിലെ ആ അധ്യായം വായിക്കണം. ആഭ്യന്തര വെല്ലുവിളിയെ പറ്റിയുള്ള അധ്യായത്തിൽ 2ാം ഭാഗത്ത് പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെപ്പറ്റി. അത് വായിച്ചാൽ മതി. അപ്പം അറിയാം ഈ റബ്ബർ
ഈ പറയുന്ന ലഞ്ച് അതിൻ്റെ എല്ലാ അടിയിലുള്ള തിരഞ്ഞെടുപ്പ് അപ്പം ബോധ്യപ്പെടും. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കുമെന്ന് വി മുരളീധരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും CPIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ. സുരേഷ് ഗോപി വരുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഉണ്ടോ? സുരേഷ് ഗോപി ആദ്യം വരികയല്ലല്ലോ, അവിടെ വന്നു സഹജമായ രീതിയിൽ എടുക്കുകയാണെന്ന് പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞു തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല, വല്ല കടലാസ് കോട്ടയം ഉണ്ടെങ്കിൽ അത് എടുത്തെന്ന് പറഞ്ഞു. പിന്നെ അസംബ്ലിയിലേക്ക് മത്സരിച്ചു. അപ്പോഴും തൃശ്ശൂർ പറഞ്ഞു ഇത് കേരളമാണ്, ഈ മണ്ണിൽ RSS രാഷ്ട്രീയത്തിന്, BJP രാഷ്ട്രീയത്തിന്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് ഇടമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും തോറ്റു. വീണ്ടും മൂന്നാം തോൽവിയാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ആഗ്രഹമെങ്കിൽ അദ്ദേഹം വരട്ടെ, മത്സരിക്കട്ടെ. ആര് തന്നെ വന്നാലും ശരി തൃശ്ശൂർ സ്റ്റേറ്റിൽ LDF ജയിക്കും, നല്ല തിളങ്ങുന്ന വിജയം നേടും, ഉറപ്പാണത്. ഇപ്പോൾ 19 സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ UDFന് വിജയമുണ്ടായത്. ആലപ്പുഴയിൽ ആരിഫ് വിജയിച്ചു. പിന്നീട് മുന്നണി മാറ്റമൊക്കെ ഉണ്ടായപ്പോൾ ഒരു സീറ്റ് കൂടി വന്നു. അങ്ങ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് LDFന് പ്രതീക്ഷ? LDFൻ്റെ പ്രവർത്തകൻ, CPI സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം കൂടി വിജയിക്കാൻ ലക്ഷ്യമാക്കുന്നത് BJPക്കെതിരായി എതിരായി എല്ലാ പേരും നിൽക്കുമെന്ന് ഉറപ്പാക്കാൻ, RSS രാഷ്ട്രീയത്തെ എല്ലാ കേരള MPമാരും ചെറുക്കുമെന്ന് ഉറപ്പാക്കാൻ 20 മണ്ഡലങ്ങളിലും LDF ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി അങ്ങ് ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ടാണ്, കാനത്തിന് ശേഷമുള്ളൊരു വരവാണ്. ഇപ്പോൾ വെളിയമാവട്ടെ ചന്ദ്രപ്പനാകട്ടെ അവർക്കൊക്കെയും LDFനുള്ളിൽ തന്നെ CPMനോട് എതിർപ്പുള്ള വിഷയങ്ങളുണ്ടായാൽ അവർ ശക്തിയുക്തം എതിർക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു, ശൈലി ഉണ്ടായിരുന്നു. പക്ഷേ കാനസഖാവിൻ്റെ കാലത്ത് വന്നൊരു ചെറിയൊരു അല്ലെങ്കിൽ ആരോപണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായമെന്നോ നിലയിൽ വന്നത് അദ്ദേഹം ചിലതിൽ സമരസപ്പെട്ടു പോകുന്നു. എന്നാൽ അദ്ദേഹം ക്യാബിനറ്റിൽ പോയ ആളുകൾക്ക് കത്ത് കൊടുത്ത് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്ന അനുഭവങ്ങളുമുണ്ട്. എതിർക്കേണ്ടത് എതിർത്തിരുന്നു. പക്ഷേ പലപ്പോഴും ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം നേരിട്ടിരുന്നു. താങ്കളുടെ ഒരു ശൈലി എങ്ങനെയായിരിക്കും? നിങ്ങൾ നിരീക്ഷകന്മാരുടെ പ്രശ്നങ്ങളാണ്. LDFനോ CPIക്കോ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ സങ്കല്പിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. വെളിയം ഭാർഗവൻ, ചന്ദ്രപ്പൻ, കാനം, പന്ന്യൻ രവീന്ദ്രൻ ഇവരെല്ലാം ഉയർത്തിപ്പിടിച്ചത് CPI രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ കാതലായ ഒന്നാണ് LDFൻ്റെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വിട്ട ഒരു CPI ഇല്ല. അതാണ് നിങ്ങളറിയാത്തതും ഞങ്ങൾക്കെല്ലാം അറിയാതെ. അത് വെളിയത്തിനും അറിയാം, ചന്ദ്രപ്പനും അറിയാം, രവിയേട്ടനും അറിയാം, കാനത്തിനും അറിയാം, എനിക്കും അറിയാം. നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അറിയാൻ ശ്രമിക്കുക. CPI മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സത്യം എന്താ? ഞങ്ങൾ പറയും CPM ബന്ധമാണത്. ഞങ്ങൾ ഒരേ പൈതൃകത്തിൻ്റെ പിൻഗാമികളാണ്, ഒരേ ആശയത്തിൻ്റെ ഭടന്മാരാണ് ഞങ്ങൾ, ഒരേ ശരിക്ക് വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണ് എന്ന് CPIയോട് ചോദ്യം ചോദിച്ചാൽ ഏതുറക്കത്തിലും എഴുതിയിട്ട് CPI പറയും CPM ആണെന്ന് പറയും. അതാണ് CPM ബന്ധം. അതിൻ്റെ കാരണങ്ങളുമുണ്ട്. രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതിൽ, ഇന്നത്തെ വെല്ലുവിളികളെ കാണുന്നതിൽ, ഇന്ത്യ കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതിൽ എല്ലാം CPIക്കും CPMനും സമാനമായ കാഴ്ചപ്പാടുണ്ട്. അതാണ് ഈ LDF. അതാണ് ആ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് LDF ഉണ്ടാക്കപ്പെട്ടത്. അതുകൊണ്ട് LDFിൽ ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല, ഇരുട്ട് പടരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ ഇരുട്ടിൻ കൊളുത്തി വെച്ച വെളിച്ചമാണ് LDF, അതിൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തലാണ് ഞങ്ങളുടെ കർത്തവ്യം. അതറിയാം. വിയോജിപ്പുകൾ ചിലപ്പോൾ ഉണ്ടാകാം, രണ്ട് പാർട്ടികളാണ്, ചിലപ്പോൾ ഉണ്ടാകാം. അത് LDFിനകത്ത് പറയാം, ഞങ്ങൾക്ക് വേദികളുണ്ട്. CPM തമ്മിലുള്ള കൂടിക്കാഴ്ച എപ്പോഴും ആകാം. ഒരു ഫോൺ ചെയ്ത് സമയമുണ്ടോ എന്ന് ചോദിക്കുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. അവിടെ തിരക്കാണോ, കമ്മിറ്റിയിലൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പം കാണാം, അങ്ങോട്ടും കാണാം ഇങ്ങോട്ടും കാണാം. അത്ര ഹൃദയബന്ധമാണ് ഞങ്ങൾ തമ്മിൽ.
അപ്പോൾ ഈ വേദികളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം പരസ്യമായി പറയേണ്ട അവസ്ഥ വന്നാൽ ഏറ്റവും ഉചിതമായ രീതിയിലല്ലാതെ അപ്പോഴും പറയാൻ പാടില്ല. അങ്ങനെ വന്നാൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. PAPA വിഷയം വന്നു, ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അത്തരം ഒരു അവസ്ഥയിലല്ലാതെ LDFനെതിരായിട്ട് എപ്പോഴും പറയേണ്ട ഒരു പാർട്ടിയല്ല CPI. LDFിൻ്റെ നിങ്ങൾ അറിയേണ്ട കാര്യം അതാണ്. എത്രമാത്രം LDF CPMൻ്റേതാണോ അത്രമാത്രമോ അതിനേക്കാൾ കൂടുതലുമാണ് LDF CPIയുടേത്. അതുകൊണ്ട് LDF രാഷ്ട്രീയത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ മഹത്വവും CPMനും CPIക്കും ഒരുപോലെ ബോധ്യമാണ്. അത് കൈവിട്ട ഒന്നുമില്ല. 64-ന് മുമ്പുള്ള രൂപത്തിലേക്ക് പാർട്ടികൾ എത്തുന്നതിനെക്കുറിച്ച് അങ്ങ് ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI എത്രയോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞങ്ങൾ നിലകൊള്ളുന്നത് തത്വാധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടിയാണ്. ഉപയോഗിച്ച പാർട്ടി കോൺഗ്രസിലെ പ്രമേയത്തിലെ വാചകം റീയൂണിഫിക്കേഷൻ, പുനരേകീകരണമെന്നാണ്. റീയൂണിഫിക്കേഷൻ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഓൺ എ പ്രിൻസിപ്പിൾഡ് ബേസിസ്. തത്വാധിഷ്ഠിതമായ അടിത്തറമേൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പുനരേകീകരണമാണ് CPIയുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണത്. നാളെ ശരിയാകുന്നല്ല, ഞങ്ങൾ നിൽക്കുന്നത് അതിനു വേണ്ടിയാണ്. ഞങ്ങളുടെ ആഗ്രഹം അതിലേക്ക് CPMും എത്തണമെന്നാണ്. പക്ഷേ ആ ലക്ഷ്യമുള്ള പാർട്ടിയാണ് CPI. വ്യക്തിപരമായി ഞാൻ പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും പറ്റിയ ഒരുപാട് മൂല്യച്ചോർച്ചകളുണ്ട്. ആ ചോർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം വ്യക്തിപരമായി ഞാൻ പറയുന്നു, ഈ ഭിന്നിപ്പായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളടക്കം പരിഗണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ഒന്നിച്ചാൽ അത് കേവലമായ ഒന്നും രണ്ടല്ല, അത് അതിനേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് ഐക്യത്തെ സ്വപ്നമായിട്ടും സത്യമായിട്ടും രാഷ്ട്രീയമായിട്ടും ആശയപരമായിട്ടും ഉയർത്തിപ്പിടിക്കേണ്ട ഒന്നാണെന്നാണ് CPIയുടെ ബോധ്യം. അങ്ങ് UAPAയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾ, അതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്താണ് അക്കാര്യത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായം? ഒരു ഐഡിയോളജി അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയം എന്നർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയിസത്തെ അംഗീകരിക്കുന്നില്ല. മാവോയിസം പാളിപ്പോയ രാഷ്ട്രീയമാണ്. ഇതാദ്യമായി പറഞ്ഞ പാർട്ടി CPI ആണ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മാവോയിസം എന്ന ആശയം ഒരാശയമായി പൊന്തി വന്ന തുടക്കത്തിലെ തന്നെ പരസ്യമായി മാവോയിസം മാർക്സിസമല്ല, മാർക്സിസത്തിൻ്റെ വികൃതമായ അനുകരണമാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPI. അതല്ല മാർക്സിസം. അത്രയും വ്യക്തതയുണ്ട് CPIക്ക്. ഞങ്ങളവരെ കാണുന്നത് വഴിതെറ്റിപ്പോയ സഹാക്കളായിട്ടാണ്. ഒരു തെറ്റായ വഴിയിലേക്ക് വഴിതെറ്റിപ്പോയ സഹാക്കളായിട്ട് കാണുകയാണ്. ഞങ്ങളവരെ വർഗവരിയായിട്ട് കാണുന്നില്ല. ആ വഴിതെറ്റിപ്പോയ സഹാക്കളോട് ഞങ്ങൾക്ക് ആശയ സംവാദമുണ്ട്, രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ട്. ഇന്നലെയുണ്ട്, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകാം. സാമൂഹ്യ മട്ടത്തെപ്പറ്റിയുള്ള വിപ്ലവത്തെപ്പറ്റിയുള്ള മാവോയിസ്റ്റ് സങ്കല്പങ്ങളൊന്നും ഇന്ത്യൻ സമൂഹത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ഇന്നത്തെ സത്യങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല എന്നാണ് CPIയുടെ അഭിപ്രായം. ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് മാവോയിസവുമായിട്ട് ഒരുപാട് എതിർപ്പുകളുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ, രാഷ്ട്രീയമായ വിയോജിപ്പിൻ്റെ പേരിൽ ഒരാശയത്തെ കായികമായി വെടിവെച്ച് കൊല്ലുന്നതിനോട് ഒരിക്കലും ഞങ്ങൾ ആസ് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിക്കുന്നില്ല. ഇതാണ് CPIക്കും CPMനുള്ള നിലപാട്. മാവോയിസത്തെ പറ്റിയുള്ള ഈ നിലപാട് CPIക്ക് മാത്രമുള്ളതല്ല. UAPA ആകട്ടെ, ഈ മാവോയിസ്റ്റ് വേട്ടയെ പറ്റിയാകട്ടെ, ഞങ്ങൾക്കുള്ള അതേ കാഴ്ചപ്പാട് CPMനുമുണ്ട്. ആശയ വിയോജിപ്പുകളെല്ലാം ഉണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ വെടിവെച്ച് വീഴ്ത്തലല്ല രാഷ്ട്രീയ ഭാഷ ശരി. ഇതൊരു പുതിയ കാര്യമല്ല. ആ രാഷ്ട്രീയം, ഇടതുപക്ഷം ഇന്ത്യയിലാകെ പൊതുവെ പറയുന്ന ഈ രാഷ്ട്രീയ ബോധ്യം, അതിനപ്പുറം ഒന്നും CPI പറയുന്നില്ല. നിങ്ങളത് പ്രതികരിക്കേണ്ട കാര്യമില്ല.
അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പലപ്പോഴും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവരോട് ഒരു അനുഭാവപൂർണ്ണമായി സമീപകാലത്തൊക്കെയും ഒരു നിലപാട് വരുന്നുണ്ട്. മുസ്ലിം ലീഗിന് LDFിൽ ഇടമുണ്ടോ? അതിപ്പോൾ അവരങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അതിവിദൂര ഭാവിയിലെങ്കിലും മുസ്ലിം ലീഗ് LDFിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു ഇടമുണ്ടോ? മുസ്ലിം ലീഗ് വന്നില്ലെങ്കിൽ തന്നെയും LDF ശക്തമായി നിൽക്കും എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഈ ചർച്ച വളരെ പ്രിമച്ചുറാണ്. LDF എന്തോ അപകടത്തിലാണ്, രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒറ്റമൂലിയായിട്ട് ലീഗ് വേണം എന്ന ചിന്ത CPIക്കില്ല. പക്ഷെ ലീഗിന് പല പ്രശ്നങ്ങളുമുണ്ട് UDFിൽ. ഏറ്റവും ഒടുവിൽ അയോധ്യ ക്ഷേത്രമടക്കം ലീഗ് UDFിൽ ഞെരുക്കത്തിലാണ്. കോൺഗ്രസിൻ്റെ ഓരോ പ്രവൃത്തിയോ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അത് കാണാതിരിക്കണ്ട, നിങ്ങളത് കാണുന്നുണ്ട്. പക്ഷെ ലീഗേ വാ എന്ന് പറഞ്ഞ് കരയാൻ ഞങ്ങളില്ല. ലീഗ് വന്നാലേ LDF രക്ഷപ്പെടുന്നു. ഞങ്ങൾക്കില്ല. LDF ഈസ് സ്ട്രോങ് ഇനഫ്. അത് നല്ല ഉറപ്പാണ് ഞങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ടല്ലോ, LDFിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും പാർട്ടി വരുന്ന കാര്യം, അത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് പത്രമാധ്യമങ്ങളിങ്ങനെ ഏതെങ്കിലും ഊഹം പറഞ്ഞിട്ട് ഉണ്ടാകേണ്ട ഒന്നല്ല. ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. ഈ ചർച്ച അനവസരത്തിലോ അല്ലെങ്കിൽ ആവേശം കൊണ്ടോ ആരെങ്കിലും എടുത്തു വയ്ക്കുക എന്താ ഉണ്ടാകുന്നത്? ലീഗ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ പല ഘട്ടങ്ങളിലും ലീഗ് പിറ്റേന്ന് കൂടി പറഞ്ഞു ഞങ്ങൾ UDF വിട്ട് അങ്ങോട്ട് പോകില്ല എന്ന്. അപ്പോൾ UDFിനകത്ത് ലീഗിനെ ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിലുള്ള ചർച്ചയായിട്ട് മാറുന്നുണ്ട്. അത് ആവേശം കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിൽ പോലും അതൊരു CPM നേതാക്കളല്ലേ ശ്രദ്ധിക്കേണ്ടത്. അല്ല, ടാക്റ്റിക്കലായിട്ടുള്ള ശരിയാണെന്ന് നോക്കുക. അത് അന്ന് കാഴ്ചതാണ്. ലീഗില്ലാതെ രക്ഷകളെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നു. ലീഗ് ഇപ്പോൾ വരുന്നു, ഒരു മാതിരി സ്പെക്കുലേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോൾ ലീഗ് അവിടെ കൂടി പറയും ഞങ്ങൾ UDFിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലല്ല അത് കൊണ്ടുപോകേണ്ടത്. മറ്റൊന്ന്, നമ്മുടെ ഈ വകുപ്പുകളിലൊന്ന് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട ഭക്ഷ്യവകുപ്പ് സബ്സിഡി ഇനങ്ങളുടെ കാര്യമുണ്ടായിരുന്നു. ഒരു കാര്യമാണ് ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ വരവ് അല്ലെങ്കിൽ ആളുകൾക്ക് പര്യാപ്തമായ രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടാത്തതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ, അങ്ങ് എല്ലാ വകുപ്പുകളിലും ഇടപെടുകയും ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് ജനങ്ങൾക്ക് ജനക്ഷേമകരമായി വകുപ്പുകളെല്ലാം പ്രവർത്തിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് ധനവകുപ്പിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അല്ല, എല്ലാ ഭരണത്തിലും ഇടപെടാൻ വേണ്ടിയല്ല പാർട്ടി സെക്രട്ടറിയുടെ ചുമതല. പാർട്ടി സെക്രട്ടറി ഭരണത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തെ പറ്റിയുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ആളാണ്. പാർട്ടിയുടെ റോൾ അതാണ്. ഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്ക് ഇടപെട്ട് അങ്ങനെ ചെയ്തു അവർക്ക് പ്രാപ്തരാണ്, കഴിവുള്ളവരാണ്, തെളിയിക്കപ്പെട്ടവരാണ്. എല്ലാ CPI മന്ത്രിമാർക്കും ആ മഹത്തായ കഴിവുണ്ട്. പ്രായക്കുറവായിരിക്കാം, പക്ഷെ അവരെല്ലാവരും മികച്ച മന്ത്രിമാരാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ റോളെന്താ? റോള് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം ചർച്ച ചെയ്തെടുത്ത് ആ ഗൈഡ് ലൈൻ അവർക്ക് കൊടുക്കുക. അത് പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ട്. പ്രശ്നം അതുകൊണ്ട് CPIയുടെ മാത്രമല്ല, ഒരു മന്ത്രിയുടെ മാത്രം പ്രശ്നമല്ല അത്. കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് ഈ മാവേലി സ്റ്റോറുകളും പൊതുവിതരണ സമ്പ്രദായവും. ഇടതുപക്ഷം അത് ഇന്ത്യയിലാകെ ചൂണ്ടിക്കാണിച്ച ഒരു വലിയ വിജയമാണത്. എല്ലായിടത്തും CPI CPM അല്ല. കാരണം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ് ഗവൺമെൻറ് ആകട്ടെ BJP ഗവൺമെൻറ് ആകട്ടെ, മനുഷ്യൻ്റെ വിശപ്പിനെ മറന്നുപോയപ്പോൾ, അവൻ്റെ അവകാശമാണ് ഭക്ഷണം, ആ കാര്യം മറന്നുപോയപ്പോൾ, ഭക്ഷണത്തിൻ്റെ കാര്യം, വിശപ്പിൻ്റെ കാര്യം അറിയാവുന്ന പക്ഷമാകയാൽ ഇടതുപക്ഷം തീരുമാനിച്ചു ഇതുപോലെ സംവിധാനം വേണം. ഫലപ്രദമായ റേഷനിങ്, പൊതുവിതരണം, മാവേലി സ്റ്റോറുകൾ, അവശ്യ വസ്തുക്കൾക്കുള്ള വില പിടിച്ചു നിർത്തൽ, അതിനു വേണ്ടിയുള്ള ഒരു സംഗതിയാണ് സംഭവിച്ചത് ഇവിടെ. അതിൻ്റെ പേരാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റത്തെ തടയാൻ വേണ്ടിയുള്ള നീക്കത്തിൽ ഇടതുപക്ഷം ഒരു മോഡൽ കാണിച്ചു കൊടുത്തു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിനകത്ത് ഏറ്റവും നല്ല ഒരു മന്ത്രിയുടെ മുൻകൈയിൽ അത് കാണിച്ചു കൊടുത്തത്. ആ മന്ത്രിക്ക് പിന്നെ കേരളം വിളിച്ച പേരാണ് മാവേലി മന്ത്രി എന്ന്, സഖാവ് ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമല്ല, പക്ഷേ നയനാർ ഗവൺമെൻറ്റിലെ LDF ഗവൺമെൻറ് നേട്ടമാണത്. അവിടെ മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഭരണരംഗത്തും എല്ലാ പേരും ഉയർത്തിക്കാണിച്ച് ആർക്കും അത് മാറ്റിവെക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നായിരുന്നു ഇത്. ഈ മാവേലി സ്റ്റോറുകളും പൊതുവിതരണവും
അത് കൊടുത്ത സുരക്ഷിത ബോധവും എന്തെല്ലാം സംഭവിച്ചാലും ഇവിടെ ഭക്ഷ്യസുരക്ഷയുണ്ട് എന്നുറപ്പാക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കിയത് ആ പ്രക്രിയയാണ്. അതിൽ ദൗർബല്യം ഉണ്ടാകാൻ പാടില്ല. CPIയുടെ അഭിപ്രായം, ഞങ്ങൾക്കറിയാം സർക്കാരിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വലിയൊരു സാമ്പത്തിക ഞെരുക്കമുണ്ട്. BJP ആണ് അതിന് കാരണക്കാർ. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഈ LDF ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് നേരാവണ്ണം അങ്ങനെ ഭരിക്കേണ്ട. ഏറ്റവും നല്ല മാർഗം എന്താ? സർക്കാരിനെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കുക, കാര്യങ്ങൾ ചെയ്യാനും ഏറ്റെടുക്കാനുമുള്ള അതിൻ്റെ കഴിവിനെ നിയന്ത്രിക്കുക. അതിനുവേണ്ടി അർഹതപ്പെട്ട വിഹിതം പോലും തരാതെ ദേശീയ സമ്പത്ത് പങ്കുവെക്കുമ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവകാശപ്പെട്ട ആ പങ്ക് തരാതെ എല്ലാ തരത്തിലും ശ്വാസം മുട്ടിക്കുകയാണ് കേരളത്തിന്, എല്ലാ തരത്തിലും. അതുകൊണ്ട് വിഹിതം വളരെ കുറയുകയാണ്. GST ആയാലും ഏതായാലും അത് കാണാൻ പറ്റും. ആ ചുറ്റുപാടിൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക ഞെരുക്കം അത് വളരെ വലുതാണ്. അത് ഏതെങ്കിലും മന്ത്രിയുടെയോ ഒന്നും വീഴ്ചയല്ല. ഈ ഗവൺമെൻറ്റും ഈ സമൂഹവും അത് നേരിടുകയാണ്. കാരണക്കാരാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ഘട്ടമുണ്ട്. അതേപ്പറ്റി CPIക്കും LDFനും ബോധ്യമുണ്ട്. അപ്പോൾ ലഭ്യമാകുന്ന പരിമിതമായ സമ്പത്ത്, വിഭവങ്ങൾ, ആ സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ, മുൻഗണനാക്രമം നിശ്ചയിക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻഗണന കൊടുക്കേണ്ട ഒരു മേഖലയാണ് ഭക്ഷ്യമേഖല, ഭക്ഷ്യസുരക്ഷ. മനുഷ്യൻ്റെ അടിയന്തരമായ ആവശ്യമാണ്, അടിസ്ഥാന ആവശ്യമാണ് ആഹാരം. അതിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് വില പിടിച്ചു നിർത്തൽ. ആ വലിയ സ്റ്റോറുകൾ ചെയ്ത കാര്യം അതാണ്. അത് മങ്ങിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് മുൻഗണന വെച്ചുകൊണ്ട് നമ്മൾ വിഹിതം പങ്കിടുമ്പോൾ എല്ലാ അർത്ഥത്തിലും മുൻഗണന കൊടുക്കേണ്ട ഒരു മേഖലയാണതെന്ന് CPIക്കും LDFനും ബോധ്യമുണ്ട്. അത് ഭക്ഷ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ബോധ്യമുണ്ട്. ആ നിലയ്ക്ക് അതിനെ കൈകാര്യം ചെയ്യാനുള്ള രാഷ്ട്രീയ വിവേകവും രാഷ്ട്രീയ ഔന്നത്യവും LDFനുണ്ട്, ഈ ഗവൺമെൻറ്റിനുമുണ്ട്. പാർട്ടിക്ക് സുരക്ഷിതത്വ ബോധം നൽകുന്ന, ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധവും വിശ്വാസവും നൽകുന്ന സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പാർട്ടിക്ക് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ എന്ന് പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി മാത്രമല്ല, കേരളത്തിൻ്റെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമൂഹത്തിലൊരു റോളുണ്ട്. അതുണ്ടാക്കിയത് ഞങ്ങളാരുമല്ല. ഒരുപാട് പേര് ചോര കൊടുത്തും ജീവൻ കൊടുത്തും നേടിയ ഒരു സ്ഥാനമാണത്. ഒരുപാട് പേർ സ്വതന്ത്രം കിട്ടും മുമ്പുണ്ടായ ഒരു വലിയ സമരത്തിൻ്റെ പാരമ്പര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഇരുന്ന് ആരൊക്കെയാണ് നേരത്തെ ഇരുന്നവർ? P. കൃഷ്ണപിള്ള മുതൽ കൊടുത്ത് നോക്കിയാൽ P. കൃഷ്ണപിള്ള, പിന്നെ എല്ലാ പേരും ഞാൻ പറയണ്ട, അച്യുതമേനോൻ, EMS, MN, ബാലറാം, PKV, വെളിയം ഭാർഗവൻ, പന്ന്യൻ രവീന്ദ്രൻ, ചന്ദ്രപ്പൻ തുടങ്ങി കാനം വരെയുള്ള ഒരു വലിയ പരമ്പരയാണത്. അങ്ങനെയുള്ളവരെല്ലാവരും പാർട്ടിയുടെ മാത്രം കാര്യം നോക്കിയവരല്ല. പാർട്ടിയുടെ കാര്യം നോക്കുന്ന കൂടെ തന്നെ ഈ പാർട്ടി സമൂഹത്തിൻ്റെ പാർട്ടിയാണ്, ജനങ്ങളുടെ പാർട്ടിയാണ്. ജനങ്ങളുടെ മുമ്പിൽ നീതിപഥത്തിൻ്റെ കൊടി പിടിച്ച പാർട്ടിയാണ് ഈ പാർട്ടി. ആ പാർട്ടിയുടെ അത്തരത്തിലുള്ള സാമൂഹികമായ പങ്കിനെ പറ്റിയുള്ള തിരിച്ചറിവുള്ളവരായിരുന്നു ഈ പറഞ്ഞ എല്ലാ പേരുകളും. ഞാൻ വന്നിരിക്കുന്നത് അവരുടെ എല്ലാം ഒരു പിന്തുടർച്ചയായിട്ടാണ്. ഞാൻ അത്ര വലിയ ആളല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിതറിയാം, ഈ കസേരയിൽ ഇരുന്ന് എല്ലാവരും എനിക്കറിയാം. അതിൻ്റെ ചുമതലാബോധം എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടാകണം എന്നുള്ളതിനേക്കാൾ കൂടുതലുണ്ടാകണം. അത് പ്രാവർത്തികമാക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. ആ വഴിക്ക് ശ്രമിക്കുമ്പോൾ നിങ്ങളെല്ലാം പറയുന്ന എല്ലാ പ്രതീക്ഷകളും ഞാൻ ഉൾക്കൊള്ളും. പരിമിതിയെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പറയും, നിങ്ങളുടെ സമൂഹത്തോട് പറയും, ഞങ്ങളെ ഉപദേശിക്കണം, നിർദ്ദേശമുണ്ടെങ്കിൽ പറയണം. കളമ്പുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ അതും പറയാൻ പഠിക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓപ്പണാണ്, തുറന്ന മനസ്സാണ് പാർട്ടിക്കുള്ളത്. പക്ഷെ നിലപാടുണ്ട്. ആ നിലപാട് ഇടതുപക്ഷ നിലപാടാണ്. അതിൻ്റെ കാതൽ LDFനെ ശക്തിപ്പെടുത്തലാണ്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകും. അതിനെല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. സന്തോഷ് മണക്കാട്ടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.